പേരാമ്പ്രയിൽ നടന്ന രാഷ്ട്രീയ സംഘർഷത്തിനിടയിൽ പോലീസുകാരുടെ ലാത്തിക്കടി വാങ്ങി ഇപ്പോൾ സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഷാഫി പറമ്പിൽ MP. ഈ വിഷയത്തിൽ ഞാൻ അന്ന് എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ടൈമിൽ രാഷ്ട്രീയക്കാരാണ് ഇതേപോലെ പബ്ലിക്കിലിറങ്ങി, റോഡിലിറങ്ങി, പബ്ലിക് ന്യൂസൻസ് പോലെ ആൾക്കൂട്ടം കൂടി അവിടെ കിടന്ന് അലമ്പും കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് പോലീസുകാർ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ നടപടികൾ മുന്നോട്ടെടുക്കും. അപ്പോൾ ആ ടൈമിൽ രാഷ്ട്രീയ പ്രവർത്തകർ, സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരുപാട് അടി കിട്ടാറുണ്ട്, അവർക്ക് പരിക്ക് പറ്റാറുണ്ട്, അവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പറ്റാറുണ്ട്. അതൊന്നും വലിയ ന്യൂസ് ആവാറില്ല. അത് ഷാഫി പറമ്പിൽ MP ആയതുകൊണ്ട് ഇത് ഭയങ്കര ന്യൂസായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന സമയത്ത് ഇതൊക്കെ അവർ മുന്നിൽ കാണണം. പ്രതിഷേധം നടത്തുന്ന സമയത്തൊക്കെ ഇത് അവർ മുൻകൂട്ടി കാണണം. അപ്പോൾ രാഷ്ട്രീയക്കാരനായ MP ആയ ഷാഫി പറമ്പിൽ, ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് യങ് യൂത്ത് ബ്ലഡ് ഓഫ് കോൺഗ്രസ്സിന് അടി കിട്ടി. അത് നല്ല പരിക്കാണ്, അതിൽ സർജറി ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അതിപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ അണികൾക്കും, ആ കൂട്ടത്തിൽ തന്നെ വേറൊരു വ്യക്തിയുടെ മുഖം ഇവിടെ മൊത്തം കീറി പൊളിഞ്ഞിരിക്കുന്ന ഒരു വിഷ്വലൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഇത്രത്തോളം ഒരു എന്താ പറയുക, ഒരു വാല്യൂ, ഒരു സ്റ്റാർ വാല്യൂ കിട്ടിയിട്ടില്ല. വൈ? ബിക്കോസ് അയാളൊരു MP അല്ല, സാധാരണ പ്രവർത്തകനാണ്. പക്ഷെ ഇപ്പം എന്തുകൊണ്ട് ഈ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ സൈബർ കമ്മികൾ ഇത് ഷോഫി ആക്കിയിട്ടുണ്ട്. ഷാഫി മാറ്റി ഷോഫി. പിന്നെ കുറേ ട്രോളുകൾ. ഈ കമ്മികളുടെ ഒരു ക്യാപ്സ്യൂൾ എങ്ങനെയാ വെച്ചാൽ, അവർക്ക് അടി കിട്ടിക്കഴിഞ്ഞ് ചോര വന്നു കഴിഞ്ഞാൽ അത് ചോരയാണ്, തിളയ്ക്കുന്ന ചോര, രക്തത്തിന്റെ ചുവപ്പ് നിറം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവരുടെ ഐറ്റം. അതേസമയം ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ളവർക്കാണ് അടി കിട്ടി ചോര വന്നിരുന്നുണ്ടെങ്കിൽ അത് പെയിന്റ് ആണ്, അത് എപ്പക്സ് അൾട്ടിമ ചുവപ്പ് കളർ, അല്ലെങ്കിൽ അത് ടൊമാറ്റോ കെച്ചപ്പാണ്, തക്കാളി ചട്നി തേച്ചിട്ടാണ് അവർ ചോരയാക്കി മാറ്റുന്നത്. തുണിയിൽ പെയിന്റ് കൊണ്ടുവന്ന് മൂക്കിലോ. ഇത് WWE ഷാഫി പറമ്പിൽ പോയത്, മറ്റേ ക്യാപ്സ്യൂള് പൊട്ടിച്ച് ചോര ഒലിപ്പിക്കാൻ. ക്യാപ്സ്യൂൾ നിങ്ങളതാണ് പൊട്ടുന്നത്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ മെഡിക്കൽ ബുള്ളറ്റിനിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഷാഫി പറമ്പിൽ അണ്ടർഗോൺ സർജറി എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ AKG സെന്ററിലുള്ള കുറച്ച് ഡോക്ടർമാരുണ്ട്, അവരുടെ ഒരു വിവരവും ബുദ്ധിയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കമ്മികൾക്ക് ഇട്ടുകൊടുത്ത ക്യാപ്സ്യൂളാണ്. മുഖത്ത് അടി കൊണ്ട ഒരു വ്യക്തിയാണെങ്കിൽ, മുഖത്ത് സർജറി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ താടി മീശയും പഠിക്കും. ഏത് സർജറി ആണെങ്കിലും രോമം പഠിക്കും. ഇത് ഷാഫി പറമ്പിൽ രോമം പഠിച്ചിട്ടില്ല. ഈ രീതിയിലൊക്കെയാണ് സൈബർ കമ്മികൾ ഈ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം എന്നാൽ ഇതിൽ 2 വാക്ക് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചു. അതിൽ ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങേണ്ടത് കോഴിക്കോട് റൂറൽ SP-യുടെ വാക്കുമാറ്റലാണ്. ഷാഫിക്ക് പരിക്കേറ്റത് ലാത്തി ചാർജിലല്ല എന്നാദ്യം പറഞ്ഞ റൂറൽ SP മാറ്റി പറഞ്ഞിട്ടുണ്ട്. ലാത്തി ചാർജ് ഞങ്ങൾ പോലീസ് ചെയ്തിട്ടില്ല. ലാത്തി ചാർജ് നിങ്ങൾ കണ്ടു കാണും. ഒരു കമാൻഡേയും വിസിലടിക്കും, അടിച്ചോടിക്കും, അങ്ങനെ ആക്ഷൻ നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ള ചില ആളുകൾ മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ AI വിളക്ക് ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ, എൻ്റെ അല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും MP-നെ കൂടെ പോലീസുകാർ പുറകിൽ നിന്ന് ലാത്തിക്കൊണ്ട് ഇങ്ങനെ കിട്ടുന്നൊരു ഉണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ എല്ലാ വിഷൻസ് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല, ലാത്തി ചാർജ് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പോഴും എന്താണ് SP സാറേ, ലാത്തി ചാർജ് തന്നെ നടക്കണമെന്നില്ലല്ലോ. കൂട്ടത്തിൽ കാക്കിയിട്ട ഒരുത്തൻ രാഷ്ട്രീയത്തിന്റെ കഴപ്പ് തലയ്ക്ക് മൂത്തിട്ട് മുന്നിൽ നിന്ന MP-യെ നോക്കി ടാർഗറ്റ് ചെയ്തൊരു അടി അടിച്ചു കഴിഞ്ഞാൽ അതുവരെ കണ്ടുപിടിക്കാൻ ഇനിയിപ്പോൾ ഒരു AI വെച്ച് അത് മാഗ്നിഫൈ ചെയ്ത് അത് ക്ലാരിറ്റിയിൽ കൊണ്ടുവന്നത് ഏതാ പോലീസുകാരെന്നൊക്കെ അങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? അത്രയും ഗതികേടാണോ കേരള പോലീസിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു തിരിച്ചറിയൽ പരേഡ് ഷാഫി പറമ്പിലിന് മുന്നിൽ കൊണ്ടുപോയി നിർത്തിയാൽ മതി. അപ്പം തന്നെ അടി കിട്ടിയ സമയത്ത് തന്നെ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ആ പോലീസുകാരൻ ആരാന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, നിങ്ങൾ അവരെ ആ കൂട്ടത്തിന് എൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തുക എന്നുള്ളത്. കൂട്ടത്തിൽ ഒരാൾ രാഷ്ട്രീയം തലയ്ക്ക് മൂത്ത് എന്ത് തെണ്ടിത്തനവും കാണിക്കും, കാക്കിയിട്ടാൽ എന്നല്ലേ സാറി ഉദ്ദേശിച്ചത്? എന്താണെങ്കിലും അടിച്ച പോലീസുകാരനെ കണ്ടുപിടിച്ച് ഉള്ള പണിഷ്മെൻറ്റ് കൊടുക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ പിണറായി വിജയന് ചമച്ചാപ്പണി എടുക്കുന്ന കുറേ എണ്ണം എന്നുള്ളത് ഇങ്ങനെ നാട്ടിൽ അതാണ് സ്ഥിരീകരിക്കപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ അത് അങ്ങനെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ഇനിയാണ് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് വരുന്നത്. ഈ ഷാഫി പറമ്പിലിന് അടി കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, സൈബർ കമ്മികളുടെ ഒരു ക്യാപ്സ്യൂൾ ആയിരുന്നു ഏത്. ഷാഫി പറമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി വന്നു, ഷോഫി ആയിട്ട് വന്നു, എന്നിട്ടാണ് അടി മേടിച്ച് പോയെന്നുള്ളത്. അതിലേക്കൊന്ന് പോവാം. പേരാമ്പ്രയിൽ രാവിലെ തന്നെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ കോൺഗ്രസിന്റെ ബോധപൂർവമായ ശ്രമം
പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറി ചെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പഞ്ചായത്ത് പ്രസിഡന്റിനെ VK പ്രമോദിനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനം പേരാമ്പ്ര ടൗണിൽ നടന്നിരുന്നു. നിരവധി ആളുകൾ ജനങ്ങളാകെ അണിനിരന്ന ഒരു വലിയ പ്രതിഷേധ പ്രകടനമായിരുന്നു പേരാമ്പ്രയിൽ നടന്നത്. ഈ പ്രതിഷേധ പ്രകടനം പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ അവസാനിച്ച ഘട്ടത്തിൽ, ബസ് സ്റ്റാൻഡിലെത്തിയ ഘട്ടത്തിൽ ആ പ്രകടനത്തിന്റെ പുറമെ UDFന്റെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രകടനവും കടന്നു വന്നു. സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ഈ രണ്ട് പ്രകടനങ്ങളും നേർക്കുനേരെ വരാതിരിക്കാൻ പോലീസ് രണ്ടിനുമിടയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ച് പോലീസ് സമാധാന അന്തരീക്ഷം കാത്തുസൂക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി പോലീസ് ഇരു വിഭാഗത്തോടും നാട്ടിൽ സമാധാന ശ്രമം ഉണ്ടാകും എന്ന് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആ പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് മർദ്ദനമേറ്റ ഒരു വിഷയത്തിലുള്ള പ്രതിഷേധ പ്രകടനമാണെങ്കിൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെല്ലാം പോലീസ് പറഞ്ഞനുസരിച്ച് അവിടുന്ന് പിരിഞ്ഞു പോകാൻ വേണ്ടി തയ്യാറായി. ഞങ്ങളെല്ലാവരും പൂർണ്ണമായി പിരിഞ്ഞുപോയി. ആ സമയത്ത് ഷാഫി പറമ്പിൽ ആ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ഷോ കാണിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഷാഫി പറമ്പിൽ അവിടെ എത്തിച്ചേരുന്നത് വരെ ഈ പ്രതിഷേധം രാത്രി വരെ തുടർന്നു. അങ്ങനെ തുടർന്ന് കുറെ വൈകി ഷാഫി പറമ്പിൽ അവിടെ എത്തി അദ്ദേഹം ഷോ കാണിച്ച് അവിടെ പോലീസുമായി പ്രശ്നമുണ്ടാക്കി. DYSP ഹരിപ്രസാദിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. നിരവധി പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഷാഫി പറമ്പിൽ എത്തി എന്ന് അറിഞ്ഞ ഉടനെ അവിടെ ഷോ നടക്കും, എന്തെങ്കിലും സംഘർഷം അദ്ദേഹം സൃഷ്ടിക്കും, ഇപ്പൊ അങ്ങനെ ഒരു ആവശ്യം ഷാഫി പറമ്പിൽ ഉണ്ട് എന്ന രാഷ്ട്രീയം ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് അവസാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും ഞങ്ങളെല്ലാം ഇടപെട്ട് ആ പ്രദേശത്ത് മാറ്റി. കാരണം നേരിട്ടൊരു സംഘർഷം ഉണ്ടായി, തനിക്ക് പരിക്ക് പറ്റി എന്ന് പ്രചരിപ്പിക്കാൻ ഷാഫിയുടെ സ്വതസിദ്ധമായ സ്വഭാവത്തിൽ ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവിടെ വീഡിയോ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ പരിശോധിച്ചാൽ അറിയാം. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് കൃത്യമായി ആളുകളോട് പറഞ്ഞു ഇവിടെ ഷാഫി ഉൾപ്പെടെ ഷോ കാണിക്കാൻ വന്നിട്ടുണ്ട്, ആ ഷോക്ക് നിന്ന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കില്ല, അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണം. സഖാവ് സജീഷിന്റെ വാക്കുകളാണ് കേട്ടോ നിങ്ങൾ ഈ കേട്ടത്. ഇതിൽ മൂപ്പര് പറയുന്ന പോലെ ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പിൽ വന്നു എന്നാണ് പറയുന്നത്. ഈ ഷോ സജീഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ട, എല്ലാവരും കാണിക്കാറില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കാരനാണെങ്കിലും BJP ആണെന്നുണ്ടെങ്കിലും സംഘപരിവാർ ആണെങ്കിലും ഒക്കെ ഒരു ഷോ കാണിക്കാൻ ടൈമും സ്ഥലവും സന്ദർഭവും ഒത്തു വന്നാൽ ഷോ കാണിക്കും. അതാണ് രാഷ്ട്രീയം. ഇറ്റ്സ് എ ഷോ നൗ. ഷോ ആണിപ്പോൾ, എല്ലാവരും ഷോ ആണ്. ആ ഷോ ആണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട്. മുഖ്യമന്ത്രിൻ്റെ കുറച്ച് ഷോ എല്ലാം ഷോ ആണ് എന്നുള്ളത് സജീഷ് ആദ്യം മനസ്സിലാക്കുക. സജീഷിൻ്റെ ഷോയും ഞങ്ങൾ കുറച്ച് കാലം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരങ്ങോട്ട് ഉറപ്പിക്കുകയാണ് സൈബർ കമ്മികൾ. ഞാൻ ഏറ്റവും കൂടുതൽ അന്തം വിട്ടത് എവിടെ വെച്ചെങ്കിൽ ഈ സൈബർ കമ്മികളായിട്ടുള്ള കുറേ കമൻറ്റോളികളോ അല്ലെങ്കിൽ മുഖമോ ഐഡൻറ്റിറ്റിയോ ഇല്ലാത്ത കുറേ റോക്കറ്റ് കമ്മികൾ വേറെ കുറേ കമൻറ്റ് ബോക്സിലും എഴുതുന്ന, അല്ലെങ്കിൽ ചാനൽ, അല്ലെങ്കിൽ കുറേ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജുകളൊക്കെ ഉള്ള കുറേ സൈബർ കമ്മികളുണ്ട്. അവർ ഈ AKG സെൻറ്ററിൽ നിന്ന് അടിച്ചു വിടുന്ന ഇങ്ങനത്തെ ക്യാപ്സ്യൂളുകൾ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്നുള്ള പരിപാടിയാണ് അവർ ഈ കാര്യത്തിൽ അധികവും ചെയ്യാറ്. പക്ഷെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മൂത്ത നേതാക്കന്മാർ മുതൽ അങ്ങോട്ടുള്ളവർ ഷാഫി പറമ്പിൽ മറ്റേ തുണീൻ്റെ ഇടയിൽ ക്യാപ്സ്യൂള് ചുവന്നത് വെച്ച് കൊണ്ടുവന്നു, കളറ് പെയിന്റ് അടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ആ രീതിയിൽ നേതാക്കന്മാർക്ക് വരെ ഇത് പറയേണ്ട ഒരു ഗതികേട് വന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക? നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അടി കിട്ടിയാൽ അത് ചോര, ബാക്കിയുള്ളവർക്ക് കിട്ടിയാൽ അത് തക്കാളി ചട്നി എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ മാറ്റുമ്പോൾ പൊതുജനം ഇത് മനസ്സിലാക്കുന്നുള്ള നിങ്ങൾ അതിൻ്റെ ഒരു ബോധം വേണ്ടേ? നിങ്ങളെപ്പോലെ കമ്മിത്തലയല്ലോ നാട്ടുകാർക്കുള്ളത്. നാട്ടുകാർക്ക് കുറച്ചും കൂടി വിവരവും ബുദ്ധിയും വിദ്യാഭ്യാസമൊക്കെ കൂടി എന്നുള്ളതൊക്കെ ഒന്ന് കമ്മിയാണ് മനസ്സിലാക്കുക. പിന്നെ ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതേപോലെ കുറേ എന്താ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് തൊഴിലാളികളായ AKG സെൻറ്ററിൽ നിന്ന് കമ്മി ക്യാപ്സ്യൂൾ വിഴുങ്ങി വരുന്ന കുറേ എണ്ണങ്ങൾ അവർ വന്നിട്ട് പറയുന്നത് ഇതാണ്. അതായത് താടി വടിക്കണം, മീശ വടിക്കണം, പിന്നെ കിലോമീറ്ററിൻ്റെ കണക്ക്, എന്തിന് ഇത് അവിടെ കൊണ്ടുപോയി പേരാമ്പ്രയിൽ നിന്ന് ഇത്രയും ഇതായ ആളെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ എന്തിനും, അങ്ങനെയൊക്കെ 100 ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇവിടെ ഒരു വ്യക്തിയിട്ട വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള, അതായത് കമ്മികളുടെ ഇപ്പോഴത്തെ സംശയം താടി മീശയും ഷാഫി പറമ്പിലിനെ പഠിക്കാത്തതും ICUയിലേക്കൊക്കെ ഈ നേതാക്കന്മാർ വന്ന് ഫോട്ടോ എടുത്തു പോകും, അതിനൊന്നും ഞാൻ യോജിപ്പല്ല. കാരണം ഒരു രോഗിയായി സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് 2 ഫോട്ടോ എടുത്തിട്ട്
ഞങ്ങൾ നിങ്ങളുടെ കൂടെ, ഷാഫി നിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്ന നേതാക്കന്മാരോട് അയാൾക്ക് ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മനസ്സമാധാനവും കുറച്ച് ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങളൊക്കെ വരുകൂടി അസുഖം വരുന്ന സമയത്ത് ഈ സർജറി കഴിഞ്ഞ് കിടക്കുമ്പോഴൊക്കെ. അപ്പോൾ ഒരു മാന്യത പാലിച്ചിട്ട് എന്ത് ചെയ്യുക, അയാളൊന്ന് റിക്കവറി പീരീഡ് അയാൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ കയറി പോയിട്ട് ഫോട്ടോ ഒക്കെ ഇട്ടുള്ള ഷോ കാണിക്കും. ശരി, അതാണ് ഷോ, മനസ്സിലായോ? അതാണ് ഷോ. ആ ഷോനെ കുറിച്ച് നിങ്ങൾ കമ്മികൾ പറ. അതെന്താണെങ്കിലും ഷാഫി പറമ്പിലിനെ നിങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ സംശയമായിരിക്കും കമ്മികൾക്ക്. ഇത് കമ്മികൾ കേൾക്കുന്നൊന്നും എനിക്ക് വലിയ ഉറപ്പില്ല, പക്ഷെ നാട്ടുകാർ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. താടിയും മീശയും ഷെയ്വ് ചെയ്യാതെ എങ്ങനെയാണ് ഷാഫിയുടെ സർജറി ചെയ്തത്? ഈ സർജറി വ്യാജമാണ് എന്നാണ് ഡോക്ടറേറ്റുള്ള അന്തങ്ങൾ തൊട്ട് സൂപ്പർ മാർക്കറ്റിൽ ബുച്ചറി സ്റ്റേഷനിൽ ഇറച്ചി വെട്ടുന്ന സാധാരണ അന്തങ്ങളുടെ വരെ വാദം. ഇനി വസ്തുത നോക്കാം. കേരളത്തിലെ ഏറ്റവും പ്രമുഖ ആശുപത്രികളിൽ ഒന്നായ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പ്രകാരം ഷാഫിയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞ മൂക്കിലെ പാലത്തിന് നീസൽ ബോൺ പൊട്ടലുണ്ട് എന്നാണ്. ഇത് സർജറി ചെയ്ത് സുഖപ്പെടുത്തുമ്പോൾ സർജറിക്കൽ സ്പോട്ടിൻ്റെ പരിസരങ്ങൾ സർജിക്കൽ സ്പോട്ടിൻ്റെ പരിസരങ്ങൾ അഥവാ താടിയുടെ മീശയുടെയും ഷെയ്വ് ചെയ്യേണ്ടേ എന്നാണ് CPM സൈബർ കോമാളികൾ ചോദിക്കുന്നത്. ബുള്ളറ്റിനിൽ വ്യക്തമായി പറയുന്നുണ്ട്, സാധാരണ ചെയ്യുന്ന പോലെ പുറത്തേക്ക് മുറിവുണ്ടാക്കുന്ന ഓപ്പൺ സർജറി അല്ല, മറിച്ച് കവണ പോലെ ഒരു സർജിക്കൽ ഉപകരണം മൂക്കിൻ്റെ അകത്തേക്ക് കയറ്റി ബാഹ്യമായി ഒരു മുറിവും സൃഷ്ടിക്കാത്ത വിധത്തിലുള്ള ക്ലോസ്ഡ് റിഡക്ഷൻ സർജറി, പിന്നെ എൻഡോസ്കോപ്പി സർജറി, കുഴലിറക്കി ചികിത്സ എന്നിവ വഴിയാണ് നീസൽ ബോൺ മൂക്കിൻ്റെ പാലം നേരെയാക്കിയത്. സഖാക്കൾ കരുതിയത് ഷാഫിയുടെ മൂക്ക് ഡോക്ടർമാർ 4 പീസാക്കി 4 ട്രെയിൽ വെച്ച് പൊട്ടിയ ഭാഗം സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് തിരികെ സ്ക്രൂ ഇട്ട് മുറുക്കുകയാണ് എന്നായിരിക്കും. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോടെങ്കിലും ഒരാളോട് ചോദിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് വ്യക്തത വരുത്താമെന്നിരിക്കെ സർജറി വ്യാജമാണെന്ന് പറഞ്ഞ് ആശ്വസിച്ച് നടക്കുന്ന സൈബർ അന്തങ്ങളെ സമ്മതിച്ചേ മതിയാകൂ. വളരെ ശ്രദ്ധിക്കപ്പെട്ട കാര്യം, താടിയും മീശയും ഷെയ്വ് ചെയ്യാത്ത ഈ സർജറി വ്യാജ സർജറിയാണെന്നും പറഞ്ഞ് ഒരൊറ്റ താത്വിക മെഡിക്കൽ ബുദ്ധിജീവികളും ഇതുവരെ വന്നില്ലെന്നതാണ് ആശ്ചര്യം. കാരണം പല രീതിയിൽ വ്യാഖ്യാനം സാധ്യമായ ചരിത്രവും ആദർശവും പലപ്പോഴായി വളച്ചൊടിച്ച് ഇടത്തേക്ക് ചെരിക്കുന്ന പോലെ ചെരിക്കാവുന്നതല്ലേ മെഡിക്കൽ വസ്തുക്കൾ. കാരണം അതിൽ സാങ്കേതിക യാഥാർത്ഥ്യങ്ങൾക്കാണ് പ്രാധാന്യം. നുണ പറയാൻ പറ്റില്ല. വട്ടത്തിലും നീളത്തിലും ആഴത്തിലും നാണം കെടും. ഗൈഡിനെ സ്വാധീനിച്ച് PhD സഖാക്കളെ പോലെ പഠിക്കാതെ MBBS നേടിയ അന്തങ്ങളില്ലെന്ന് ഈ നിശബ്ദത കൊണ്ട് ബോധ്യമായി. ഇനി വരുമോ എന്നറിയില്ല. സഖാക്കൾക്ക് പരിചയമുള്ള ഷെയ്വ് ചെയ്യാത്ത നടക്കുന്ന ഓപ്പൺ സർജറി വടിവാള് കൊണ്ടുള്ള സർജറിയാണ്. അത് പലപ്പോഴായി ചെയ്തിട്ടുണ്ട്. മുഖത്ത് 51 വെട്ട് TPയെ കൊന്നപ്പോൾ ഷൂക്കൂറിൻ്റെ ഇടത്തെ നെഞ്ചിൽ നോക്കി കത്തിയിറക്കി ഒരൊറ്റ കുത്തിന് ജീവൻ തീർത്തപ്പോൾ ഷുഹൈബിൻ്റെ കാലിന് വെട്ടി ഞരമ്പ് വലിച്ചെടുത്ത് രക്തം ഒഴുക്കി കൊന്നപ്പോഴെല്ലാം സഖാക്കൾ മെഡിക്കൽ എക്സ്പേർട്ടുകളെ പോലും അതിശയിപ്പിക്കുന്ന വിധം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തരം അനുഭവം പരിചയങ്ങളെ കാണൂ. അടി കൊണ്ടില്ലെന്ന് ആദ്യം പറഞ്ഞു. ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ചോദിക്കുന്നത് തലയ്ക്ക് കൊണ്ടാൽ മൂക്കിൽ നിന്നെങ്ങനെ ചോര. മെഡിക്കൽ ബുള്ളറ്റിൻ വന്നപ്പോൾ പറഞ്ഞു ഷെയ്വ് ചെയ്യാത്ത സർജറി വ്യാജം. പോലീസിലെ ചിലർ ബോധപൂർവം സംഘർഷത്തിന് ശ്രമിച്ചെന്ന് അല്പം മുമ്പ് റൂറൽ SP പറഞ്ഞു. റൂറൽ SP പിന്നിൽ ജമായത്ത് ഗോവിന്ദൻ മാസ്റ്റർ ഉടനെ പറയും. ഇതാണ് കറക്റ്റ് സാധനം. അതായത് സൈബർ കമ്മികളെ പൊളിച്ചടുക്കിയുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാനോട് സൈഡിൽ ഞങ്ങൾക്ക് വെച്ചത് എല്ലാം അക്കമിട്ട് നിരത്തി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഓരോ വാദങ്ങളും സൈബർ കമ്മികൾ. ഞാൻ സത്യത്തിൽ അന്തം വിട്ടത് ഒരു കമൻറ്റ് കണ്ടു ഈ ഷാഫി പറമ്പിൽ സംസാരിക്കുന്ന വീഡിയോനടിയിൽ. തലയ്ക്കടി കിട്ടിയാൽ എങ്ങനെ മൂക്കിലൂടെ ചോര വരും എന്നുള്ളത്.
ആ ബ്ലഡി ഫൂളിനോടൊക്കെ പറയാനുള്ളത് സ്വയം മണ്ടയിൽ ഒരു ഹാമർ എടുത്ത് ഇങ്ങനെ തച്ചു നോക്ക്. ഇവിടെ അടി കിട്ടിയാലും മൂക്ക് കൂടി വരും ചെങ്ങായി. മൂക്ക് കൂടി മാത്രമല്ല, തൊള്ളയിൽ കൂടി ചെവി കൂടി ഒക്കെ ചോര വരും. തലയ്ക്ക് അടി കിട്ടി ഇതൊക്കെയല്ലേ ഓട്ടുള്ള ഭാഗത്ത് കൂടിയൊക്കെ അല്ലേ ബ്ലീഡിങ് വരിക. അല്ലെങ്കിൽ കിട്ടുന്ന ആർട്ടറി വെയിൻ ഏതാ അതനുസരിച്ചിരിക്കും. എന്താണെങ്കിലും വരും, ചോര വരാതിരിക്കൊന്നുമില്ല. ഇങ്ങനെ അന്തങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്താണ് ഇങ്ങനെ കുറേ അന്തം കമ്മികൾ. ഇതെന്താ പറയുക, ഇതൊക്കെ ഷാഫിക്ക് മൈലേജാണ്. അതാണ് വിഷയം. ഇതൊക്കെ ഷാഫിക്കാണ് മൈലേജ്. അതിന് പകരം അന്തം കമ്മി ടീമുകൾ കമ്മികൾ എല്ലാവരും കൂടിയും കൂടിയിട്ട് പരിക്ക് പറ്റിയ ഷാഫിക്ക് എത്രയും പെട്ടെന്ന് സുഖപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ് 4 പോസ്റ്റൊക്കെ ഇട്ട് ആ തച്ച പോലീസുകാരനെതിരെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങക്ക് എന്നെ കുറച്ചും കൂടി ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് അടി കിട്ടിയതിന് വിറ്റങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയും ചെയ്യില്ലല്ലോ. കാരണം 51 വെട്ടിയിട്ടും ഞങ്ങളല്ല വെട്ടിയതെന്നും അങ്ങനെയൊക്കെ പറയുന്ന ടീമുകളുള്ളപ്പോൾ ഇപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ ഞങ്ങൾ ഇതിലും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ ആലോചിക്കുന്നത് വരെ ഈ രാഷ്ട്രീയ മണ്ടത്തരം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അതായത് എവിടെ എങ്ങനെ എന്ത് ക്യാഷിൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഷാഫിക്ക് അടി കിട്ടി, ഷാഫിയുടെ മൂക്കിൻ്റെ പാലം പൊട്ടി, ഷാഫി അവിടെ നിന്ന് സംസാരിച്ചു, പോലീസുകാരോട് സംസാരിച്ചു. ഷാഫി ഒരിക്കലും അതെന്ത് ചെയ്തില്ല, ആ ഒരു സിറ്റുവേഷൻ കയ്യിൽ നിന്ന് പോകാൻ നിന്നില്ല. കറക്റ്റ് അത് ഹാൻഡിൽ ചെയ്തു. ഹോസ്പിറ്റലിൽ പോയി ആ വ്യക്തി ട്രീറ്റ്മെൻറ്റ്. ഇതൊക്കെ ഷാഫീൻ്റെ പൊളിറ്റിക്കൽ മൈലേജ് കൂട്ടും. മനസ്സിലായില്ലേ? ഷാഫിക്കാണ് ആ പൊളിറ്റിക്കൽ മൈലേജ്. ആ കൂട്ടാൻ വേണ്ടി, അത് കൂടാൻ വേണ്ടി ഇങ്ങളെ വക കുറച്ച് PR പണി. ഏത് കമ്മിയാളെ വക. ഷാഫി പറമ്പിൽ ഇപ്പോൾ MP ആണ്. നാളെ വളർന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അതെന്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. അതിന് വളം വെച്ച് PR പണി ചെയ്യുന്നത് ഇമാതിരി അന്തം കമ്മി ടീമുകളുടെ പൊട്ടത്തരം കൂടിയാണെന്നുള്ളത് നാട്ടുകാർ മനസ്സിലാക്കുക.